ആൻഡ്രോ കാസ്ട്രോ. കേരളം സംബന്ധിച്ചിടത്തോളം ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണ്ണയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കാണുന്നത്. ഒന്നാമത്തെ കാര്യം 21 സീറ്റ് ബി ഡി ജെ എസിന് കൊടുത്തതും 19 സീറ്റ് ഈ പറഞ്ഞ 2020 കൊടുത്തതും പിന്നെ അവർ ചെറിയ ഘടകകക്ഷിയായ 3-5 സീറ്റും കൂടെ കൊടുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട. കേരളത്തിൽ വിജയസാധ്യതയുള്ള ഒരു 80% സീറ്റുകളും ഈ പറയുന്ന രണ്ട് കക്ഷികൾക്കായി വിധിച്ചു കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ പാലക്കാടത്തെ വിഷയം മാത്രം എടുക്കുക. പാലക്കാട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പാലക്കാട് സംഭവിക്കുന്നത് ശോഭ സുരേന്ദ്രൻ അവിടുത്തെ ആദ്യത്തെ സ്ഥാനാർത്ഥിയല്ല. ശോഭ സുരേന്ദ്രൻ 2016 ശോഭ സുരേന്ദ്രനായിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി. അവരവിടെ 40,000 വോട്ടേ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ 40,000 വോട്ട് പിടിച്ചാൽ എത്ര വോട്ട് വേണം അവിടെ ജയിക്കാൻ? ഏറ്റവും കുറഞ്ഞത് ഒരു 55,000 മേലെ വോട്ടുണ്ടെങ്കിലേ അവിടെ ജയിക്കാൻ കഴിയുള്ളൂ. അപ്പം ഈ 40,000 വോട്ടിന് മേലേക്ക് 15,000 വോട്ടിന് കൂടുതൽ പിടിക്കണം എന്നുള്ളതാണ്. അവിടെ സി പി എമ്മിന് എത്ര വോട്ടുണ്ട്? സി പി എമ്മിന് 38,000 വോട്ടുണ്ട്. അതുപോലെ തന്നെ ബി ജെ പിക്കും ഏകദേശം 38,000 40,000 വോട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം എന്താണ് അവിടെ രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ പിനെ കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് മത്സരം വരാനുള്ള കാരണം ഈ ശ്രീധരൻ എന്ന് പറയുന്ന മെട്രോമാനെ കേരളത്തിൽ ഏറ്റവും പേരുള്ള ഒരാളെ, ഒരു ജനകീയനാളെ പിടിച്ച് ആ സമയത്ത് പാലക്കാടിൻ്റെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പൊതു സ്വതന്ത്രനാണ്. ശരിക്കും പറഞ്ഞാൽ ബി ജെ പി സ്ഥാനാർത്ഥിയാണെങ്കിലും അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു സ്വതന്ത്ര മനസ്സോടുകൂടി അദ്ദേഹം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ സമുദായം എന്ന് പറയുന്നത് ഈ പറഞ്ഞ നായർ സമുദായം ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ പാലക്കാടത്തെ ഒരു ഇക്വേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സംഭവം? ഒരു 25-27% മുസ്ലിം പെർസെൻറ്റേജ്, 27% മുസ്ലിം വോട്ടുണ്ട്. ഒരു 25-27% ഈഴവ വോട്ടുമുണ്ട്. ഒരു 10%-ഓളം ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്. ബാക്കി ഏകദേശം ഒരു 17%-ഓളം വരുന്ന ഈ പറഞ്ഞ നായർ വോട്ടുമുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് ഏറ്റവും ഉചിതമായ ഒരു സ്ഥാനാർത്ഥിയാണ് രമേശ് പിഷാരടി എന്നുള്ളതാണ്. നല്ല തീരുമാനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ കാണാൻ കാരണം? അവിടെ വരുന്ന ഈ പറഞ്ഞ മുസ്ലിം കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്, മുസ്ലിം വോട്ട് എന്ന് പറയുന്നത് 27%, പ്ലസ് 17% വരുന്ന നായർ വോട്ടും കൂടെ കൂട്ടിയാൽ 44%. ഈ 44%-ന്റെ മേലെ കുറച്ച് വോട്ട് അദ്ദേഹത്തിൻ്റെ കാര്യം കൂടെ കിട്ടിയാൽ ഞാൻ പറയുന്നത് ഈ 18,000 മേലെ കിടക്കും. അത് ഏകദേശം 50,000 അടുക്ക് വോട്ട് വരും. 1,35,000 വോട്ടുണ്ട് അവിടെ. ടോട്ടൽ പോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ 1,35,000 വോട്ടാണ് പോൾ ചെയ്യുക. അതിന് 50% എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസം വരും. അപ്പം പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മറ്റു മണ്ഡലങ്ങൾ പേടിക്കുന്നത്രയും പോലും പാലക്കാടിനെ പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഏറ്റവും. ഇപ്പോൾ അരുൺ സാർ നേരത്തെ പറഞ്ഞ പോലെ കാസർഗോഡ് പോലെയോ മഞ്ചേശ്വരം പോലെയോ അല്ല ഈ പാലക്കാട് എന്ന് പറയുന്നത്. അവിടെ വലിയൊരു വ്യത്യാസം പാലക്കാട് കോൺഗ്രസ്സിന് എഡ്ജ് കൂടുതലാണ്. ഞാൻ വിചാരിക്കുന്നത് 18,000 മേലേക്ക് പോകാനുള്ള സാധ്യത വരെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് അവിടെ അദ്ദേഹം പാലക്കാടുകാരനാണ്, അദ്ദേഹം ഒരു പിഷാരടിയാണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? അതൊരു പിഷാരടിയാണ്, പാലക്കാടുകാരനാണ്, നായർ കമ്മ്യൂണിറ്റിക്ക് ഈസിയായി വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അതുപോലെ തന്നെ മുസ്ലിം കൺസോൾട്ടേഷൻ കൂടെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറയുന്നത് ഇപ്പം സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിനെ അവിടെ വെച്ചൊരു 5,000 വോട്ട് മുസ്ലിം സമുദായത്തിന് അദ്ദേഹത്തിന് കിട്ടിയാൽ തന്നെ വലിയ വ്യത്യാസമൊന്നും അവിടെ വരാനില്ലാന്നേ. പാലക്കാടിനെ പിടിച്ചോടത്ത് പാലക്കാട് നിന്ന് ഒരു 5,000 വോട്ട് അവിടെ നിന്ന് അധികം വന്നു. അല്ലെങ്കിൽ അവിടുത്തെ അദ്ദേഹം കച്ചവടക്കാരിൽ നല്ലൊരാൾ തന്നെയാണ്. പക്ഷേ അദ്ദേഹം വേറൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം നന്നായി പൊളിറ്റിക്സ് കൈകാര്യം ചെയ്ത ആളാട്ടോ. അദ്ദേഹം ഞാൻ ഈ 2 ദിവസമായിട്ട് സംസാരിക്കുന്നത് കേൾക്കായിരുന്നു. 2 ദിവസമായിട്ടല്ല, കോമഡി പറയുന്നത് സാധാരണ കേട്ടുള്ളൂ, രാഷ്ട്രീയം പറയുന്നത് കേട്ടാൽ കേട്ടിരിക്കും. ക്ലാരിറ്റിയോടുകൂടി രാഷ്ട്രീയം പറയുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു 10,000 വോട്ടിൻ്റെ ഇപ്പോൾ ഞാൻ പറയാം, പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിൻ്റെ ഏറ്റവും നല്ലൊരു സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥി അദ്ദേഹത്തെ കണക്കാക്കാം. അങ്ങനെ കണക്കാക്കിയാൽ പോലും അവിടെ പ്രശ്നമില്ലാന്നേ. അപ്പം ഈ ഡീലെന്ന് പറയുന്ന സമയത്ത് നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇപ്പം നമ്മളെപ്പോഴും തിരുവനന്തപുരമാണല്ലോ വലിയ പ്രശ്നമായി കണ്ടുകൊണ്ടിരുന്നത്. തിരുവനന്തപുരം വലിയ ബി ജെ പിക്ക് എഡ്ജുള്ള മണ്ഡലമാണ്. ബി ജെ പിക്ക് ഇപ്പോൾ നിയമമണ്ഡലത്തിൽ എന്താ സംഭവിച്ചത്? ശബരിനാഥ് വന്നതോട് കൂടിയിട്ട് വലിയ അവിടുന്ന് ബി ജെ പിക്ക്, അതുപോലെ തന്നെ അവിടുന്ന് നായർ വോട്ട് ബി ജെ പിക്ക് പോയാലാണ് അവിടെ അത് ബുദ്ധിമുട്ടാവുക. ശബരിനാഥ് ആ പ്രശ്നം അവിടെ അവസാനിച്ചു. അവിടെ ശിവൻകുട്ടിയും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനും ഈ പറഞ്ഞ ഇദ്ദേഹവും കൂടെ UDFൻ്റെ ക്യാൻഡിഡേറ്റും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന നായർ വോട്ട് അങ്ങോട്ട് സ്പ്ലിറ്റ് ആവണം, ശബരിനാഥിന് സ്പ്ലിറ്റ് ആവണം. സ്പ്ലിറ്റ് ആയാൽ അവിടെ ഒന്നും പേടിക്കാനില്ല. അവിടെ ഒന്നുമില്ല. മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത് മുരളീധരൻ നിന്നപ്പോഴാണ്. ഇനി നേരത്തെ സ്മൃതി മാഡം പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. നേരത്തെ 2020 സ്ഥാനാർത്ഥി നിശ്ചയിച്ചു എന്ന് പറയുന്നത്. 2020 സ്ഥാനാർത്ഥിനെ എറണാകുളത്ത് നിർത്തിയത് കോൺഗ്രസിന് അനുകൂലമാണ്.
കോൺഗ്രസിന് അനുകൂലമാണ്. കാരണം പഴയ 2020 എന്ന് പറയുന്നത് എന്താണ്? 2020 ന്യൂനപക്ഷങ്ങളെ, കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ പിടിച്ചു നിർത്തിയ 2020 ആണ് പിന്നെ എറണാകുളത്ത് ഉണ്ടായിരുന്നത് അല്ലേ? ഇത് BJPയുടെ കൂടെ പോയ 2020 ആണ്. അതിനെ നിങ്ങൾ ആ 2020 1-2% വോട്ടിൻ്റെ വ്യത്യാസം മാത്രം പ്രതീക്ഷിച്ചാൽ മതി. അതിനേക്കാൾ കൂടുതൽ അവിടെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു കണക്കിന് ഈ 2020ക്ക് നിങ്ങൾ എല്ലാ മണ്ഡലം നോക്കി, 2020ക്ക് 11 സീറ്റിൽ 19 സീറ്റിൽ 9 സീറ്റും കൊടുത്തത് എറണാകുളത്താണ്. 9 സീറ്റ് എറണാകുളത്ത് കൊടുത്തു. അപ്പോൾ 9 സീറ്റ് എറണാകുളത്ത് കൊടുത്തു, 2 സെറ്റ് VDGSന് കൊടുത്തു. അത് കോൺഗ്രസിന് അനുകൂലമാണ്. ആ കണക്കിന് അത് ഞങ്ങൾ കോൺഗ്രസിന് അനുകൂലം. അവർ ആലോചിച്ചിരിക്കുന്നത് എന്താ അറിയോ? ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള സ്ഥലത്തെല്ലാം 2020ക്ക് കൊടുത്താൽ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇരിക്കൂർ കൊണ്ട് നിർത്തിയേക്കുന്നത്. അതുകൊണ്ട് പത്തനാപുരത്ത് കൊണ്ട് നിർത്തിക്കുന്നത്. ക്രിസ്ത്യൻ ബെൽറ്റുള്ള വോട്ട് മുഴുവൻ 2020 കിട്ടുന്നത് ഒരു ലോജിക്കും ഇല്ലാത്ത കണക്കാണ്. അല്ലാതെ ക്രിസ്ത്യൻ ഞാനത് കണ്ടില്ലേ. അതുകൊണ്ടാണ് പിന്നെ യാക്കോബായ സുറിയാനി സഭേൻ്റെ പിന്നെ ബിഷപ്പിനെയും പിന്നെ അവരെ ഭദ്രാസനൊക്കെ കൊണ്ടുപോയിട്ട് നരേന്ദ്രമോദിനെ കാണിച്ച് ഇതിപ്പം ഇവിടെ നിന്നുള്ള വോട്ട് മുഴുവൻ ഇങ്ങോട്ട് വരും എന്നുള്ള നിലയ്ക്കാണ് ട്രെൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊന്നും കേരളം അങ്ങനെയൊന്നും ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ഒരു 2020 വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പിന്നെ ജാതി സമവാക്യം BJP പറഞ്ഞതുകൊണ്ടോ വോട്ട് മറയും എന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ മറയാനേ പോകുന്നില്ല. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ മറയേണ്ടിയിരുന്നാണെങ്കിൽ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ എങ്ങനെയാണ് വോട്ട് കുറഞ്ഞ പിന്നെ 4% വോട്ട് താഴേക്ക് വന്നേ? കേരളത്തിൽ എല്ലാ വർഷവും 1991 തുടങ്ങിയിട്ട് ഓരോ വർഷവും 2%, 3% വോട്ട് കൂട്ടി വന്നിട്ട് ആദ്യമായിട്ടാണ് 5%, 4% വോട്ട് കുറയുന്നത്. മനസ്സിലായോ? 16% നിന്ന് 13% കുറഞ്ഞില്ലേ? അപ്പോൾ അതെങ്ങനെയാണ് കുറഞ്ഞത്? അപ്പം BJPനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഡീലൊന്നുമില്ല. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ഈ അതാത് മണ്ഡലങ്ങളിൽ ശക്തമായ സ്ഥാനാർത്ഥികൾ വരുന്ന സമയത്ത് ത്രികോണ മത്സരം നടക്കും. അതാണ് സംഭവിക്കുന്നത്. ഇപ്പം കാസർഗോഡ് എന്താ സംഭവിച്ചത്? കാസർഗോഡ് 3 ത്രികോണ മത്സരം എന്ന് പറയുന്നത് 1-ാം സ്ഥാനത്തില്ല 3-ാം സ്ഥാനത്ത് നല്ല സ്ഥാനാർത്ഥി വന്നപ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയി മത്സരം. അപ്പോൾ അതുകൊണ്ട് CPM സ്ഥാനാർത്ഥി നിർത്തണ്ടെന്ന് പറയാൻ പറ്റുമോ? ചില സ്ഥലത്ത് കോൺഗ്രസ് ആണ് നിർത്തിയേക്കുന്നത്. അങ്ങനെയാണ് നേമത്ത് എന്തിനാ പിന്നെ ശബരിനാഥിനെ കൊണ്ട് നിർത്തിയത്? അവിടെ ശക്തമായ മത്സരം വേണം. എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ നഷ്ടപ്പെട്ടത്? കോർപ്പറേഷൻ നഷ്ടപ്പെട്ടത് ഈ പറഞ്ഞ കോൺഗ്രസ് ശക്തമായ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ടാണ്. അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരിച്ചേനെ അവിടെ. അപ്പോൾ ശക്തമായ മത്സരം ത്രികോണ മത്സരമാവും. അത് നാച്ചുറലാണ്. പിന്നെ കോൺഗ്രസ്സിന് വേണമെങ്കിൽ പറയാം. ഇപ്പം ഞാൻ ഉദാഹരണം പറയുന്നത് ഷാഫിക്ക് അത് പറയുന്നത് തെറ്റില്ല. കാരണം എന്താണ്? അവിടെ പിഷാരടിനെ ജയിപ്പിച്ചു കൊണ്ടുവരണം. അത് കൊണ്ടുവരണം. അത് ഒരു ലോജിക്കാണ്. അതൊരു കേരളത്തിൽ മുഴുവൻ ഡീലാണ് എന്ന് പറയുന്ന അർത്ഥമൊന്നുമില്ല. പിന്നെ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നേരത്തെ പറഞ്ഞ 5 മണ്ഡലങ്ങളിൽ ഈ പറവൂരും കൂടെ പെടുന്നുണ്ട്. ഏത് പിന്നെ സ്ഥാനാർത്ഥികൾ പിന്നെ കൊടുത്ത ഈ BJPൻ്റെ ഇപ്പോഴത്തെ പറവൂരിലെ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു പറവൂർ. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. Meet the editors.